ഇസ്രയേലിന് നേരെ ഡ്രോൺ തൊടുത്ത ഇറാൻ. ഡ്രോൺ ആക്രമണം ഇസ്രയേൽ സ്ഥിരീകരിച്ചു. ആക്രമണത്തെ നേരിടാൻ തയ്യാറാണെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചു. അടിയന്തര മന്ത്രിസഭാ യോഗവും വിളിച്ചിട്ടുണ്ട്. മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഒരുപക്ഷെ അമേരിക്ക ഇസ്രയേലിന് പിന്തുണയും നൽകി കഴിഞ്ഞു. ഈ കൂടുതൽ സംഘർഷത്തിലേക്ക് ലോകം മൂക്കിടിച്ച് വീഴുമോ എന്ന് സംശയമുള്ളപ്പോഴാണ് മധു കൊട്ടാരക്കര തത്സമയം ചെയ്യുന്നത്. മധു, ഗുഡ് മോർണിംഗ്, ഹാപ്പി വിഷു. അമേരിക്കയിലൊക്കെ വിഷു ആഘോഷം മലയാളികൾക്കുണ്ട് എന്ന് കരുതുന്നു. നമ്മൾ ഈ യുദ്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അമേരിക്കൻ മലയാളികളുടെ വിഷുവിനെ കുറിച്ച് കൂടി 2 ലൈൻസ് പറഞ്ഞാൽ നന്നായിരിക്കും. ഗുഡ് മോർണിംഗ് എസ് കെ. എല്ലാവർക്കും വിഷു ആശംസകൾ. അമേരിക്കയിൽ ഇന്നലെ മുതൽ തന്നെ വിഷു ആഘോഷങ്ങൾ തുടങ്ങി. ഇപ്പോൾ ന്യൂജേഴ്സിയിൽ അല്പസമയം മുമ്പ് റിമി ടോമിയുടെ ഈ വിഷു പ്രമാണിച്ചുള്ള സ്റ്റേജ് ഷോ ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ. നാളെയും വിഷുവിന്റെ സദ്യയും അതുപോലെ തന്നെ ആഘോഷങ്ങളും അമേരിക്കയിലെ മിക്കവാറുമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായിരിക്കും. റിമി അമേരിക്കയെ പൊളിച്ചോ? റിമി വന്നിട്ട് പൊളിച്ചോ? റിമി ശരിക്കും തകർത്തു. ഈ ഇന്നലെ ഡാലസ് ആയിരുന്നു, നാളെ ന്യൂയോർക്ക്. എന്തായാലും പൊളിക്കട്ടെ, ഉള്ള കാശുമായിട്ട് തിരിച്ചു വരട്ടെ. അപ്പൊ നമ്മുടെ ഇനി പശ്ചിമേഷ്യയിലേക്ക് എസ് കെ പശ്ചിമേഷ്യയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദീർഘനാളായി നേൽ യുദ്ധം നടത്തുന്ന ഇസ്രായേൽ ഇറാൻ ഒടുവിൽ അവര് പരസ്യ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന വാർത്തകളാണ് വരുന്നത്. ഇറാന്റെ സിറിയയിലെ കോൺസുലേറ്റ് തകർത്തതിന് ഇസ്രായേലിനെതിരെ ഉള്ള ഒരു തിരിച്ചടിയായിട്ടാണ് ഈ വ്യോമാക്രമണം ഇറാൻ ആരംഭിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെതിരെ വലിയ തോതിൽ ഡ്രോൺ ആക്രമണവും അതുപോലെ മിസൈൽ ആക്രമണവും ഇന്ന് പുലർച്ചെ മുതൽ ഇറാൻ ആരംഭിച്ചു. ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വരുന്നുണ്ടെന്നാണ് ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത്. ഇത് ഇറാൻ, ഇറാഖ്, അതുപോലെ സിറിയ, തെക്കൻ ലെബനൻ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് ഈ മിസൈലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഹൂതികളും ഈ അവസരം മുതലാക്കി അവരും ഡ്രോണുകളും മിസൈലുകളും അയക്കുന്നുണ്ട്. ഇവയെല്ലാം നീങ്ങുന്നത് ഗോലൻ പർവ്വത നിരകളിലെയും അതുപോലെ നെഗേവ് മരുഭൂമിയിലെയും ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈ സിറിയയും ലെബനുമായിട്ട് ഇസ്രായേൽ അതിർത്തി പങ്കിടുന്ന വടക്കൻ കിഴക്കൻ പ്രദേശങ്ങളിലാണ് കൂടുതലും ഈ വ്യോമാക്രമണങ്ങൾ നടക്കുന്നത്. നിരവധി ഡ്രോണുകൾ US സൈന്യം തകർത്തതായി അമേരിക്കയും പറഞ്ഞു. ഇറാന്റെ വ്യോമാക്രമണം തടുക്കുവാൻ ബ്രിട്ടന്റെ ഫൈറ്റർ ജെറ്റ്സും ഈ മേഖലയിലുണ്ട്. മിക്കവാറും ഇതുവരെയുള്ള ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തടുക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പറഞ്ഞിരിക്കുന്നത്. ഒരു സൈനിക കേന്ദ്രത്തിൽ മിസൈൽ പതിച്ചിട്ടുണ്ട്. അവിടെ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഇപ്പോഴുള്ള ഡ്രോണുകളൊക്കെ മാറ്റി വരും ദിവസങ്ങളിൽ വേഗതയേറിയ മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചേക്കുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അമേരിക്കയ്ക്ക്. ജെറുസലേം നഗരത്തിന്റെ മുകളിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അതുപോലെ ഈ ഇസ്രയേൽ, ജോർദാൻ, ഇറാഖ്, ലെബനാൻ ഈ വ്യോമ മേഖല പൂർണ്ണമായി അടച്ചിട്ടിരിക്കുകയാണ്. വിമാനത്താവളങ്ങൾ അടച്ചു, സ്കൂളുകൾ അടച്ചു. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഈ അപായ സൂചന വന്നതോടുകൂടിയാണ് ഈ ഇറാന്റെ ആക്രമണം സ്ഥിരീകരിച്ചത്. നേരത്തെ SK പറഞ്ഞതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ വാർ ക്യാബിനറ്റ് ഉടൻ തന്നെ വിളിച്ചുകൂട്ടി സ്ഥിതിഗതികൾ ഒക്കെ വിലയിരുത്തുകയുണ്ടായി. അതുപോലെ അമേരിക്കയിൽ ഡെൽവെയറിലെ തന്റെ ഭവനത്തിൽ പോയ ജോ ബൈഡൻ തിടുക്കപ്പെട്ട് തിരിച്ച് വാഷിംഗ്ടണിലെത്തി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഇസ്രായേലി ബന്ധമുള്ള ചരക്ക് കപ്പൽ ഇറാൻ നാവികസേന തട്ടിയെടുത്ത സംഭവം. ഞാൻ PP ജെയിംസിലേക്ക് പോകുന്നു. PP ജെയിംസ്, ഇന്ത്യയെ സംബന്ധിച്ച് മധു കൊട്ടാരക്കരയ്ക്കും കുടുംബത്തിനും നമ്മൾ അദ്ദേഹത്തിലേക്ക് തിരിച്ചു പോകേണ്ട അദ്ദേഹത്തിന് അതെ മധു കൊട്ടാരക്കരയ്ക്ക് വിഷു ആശംസകൾ നേരുന്നു.